ആയിരിക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെയും ഗ്രേറ്റ് ലീഡർ ആയിരിക്കുന്ന റഹ്മാൻ സാറെ ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. പ്ലീസ് കം റഹ്മാൻ സാർ. താങ്ക് യു സാർ. വളരെ നന്ദി. ഈ ഒരു പ്രോഗ്രാമിൽ ഈ സമയത്ത് ഒരു പ്രസന്റേഷൻ എന്നെ വിളിച്ചതിന് സന്തോഷം. അതിലുപരി നന്ദി, താങ്ക്സ് എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ആരംഭിക്കുകയാണ്. എന്റെ സംസാരം മീൻസ് ഞാൻ ഓഡിയബിൾ അല്ലേ? കേൾക്കാൻ വ്യക്തമായി കേൾക്കാൻ സാധിക്കുന്നുണ്ടല്ലോ അല്ലേ? വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, താങ്ക് യു. പ്രിയപ്പെട്ടവരെ, നമ്മള് ഒരുപാട് നെറ്റ്വർക്ക് പ്ലാനുകളും ROI പ്ലാനുകളും ഒക്കെ കേട്ടും കണ്ടും നല്ല തഴമ്പ് എന്താ പറയാ നല്ല എക്സ്പീരിയൻസും ഒക്കെ ഉള്ള ആൾക്കാരാണ് ഈ ഒരു സൂം മീറ്റിംഗിൽ ഉള്ളത്. എന്നെക്കാട്ടിയും നല്ല എക്സ്പീരിയൻസ് ഉള്ള മുതിർന്ന ലീഡേഴ്സും ഈ സൂം മീറ്റിംഗിലുണ്ട്. നമ്മൾ സൂം മീറ്റിംഗിൽ പിക്ചേഴ്സ് ഒക്കെ കാണുമ്പോഴത്തേക്കും നമുക്കത് മനസ്സിലാകും. അപ്പോൾ അവർക്കൊക്കെ ഒരു ക്ലാസ്, അങ്ങനെയുള്ള വലിയ വലിയ ലീഡേഴ്സ് നമ്മുടെ ഈ ഒരു സൂമിൽ വരിക, അവർക്ക് നമ്മൾ ഈ ഒരു പ്ലാൻ പ്രസന്റേഷൻ മാത്രം അവർക്ക് ഒരു ക്ലാസ് എടുത്തു കൊടുക്കുക എന്നുള്ളതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. BNB സ്മാർട്ടിൽ നല്ലൊരു പ്ലാൻ ഉണ്ട്, അല്ലെങ്കിൽ നല്ലൊരു അച്ചീവ് ചെയ്യാൻ പറ്റിയ, നമുക്ക് നല്ല രീതിയിൽ ഏൺ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു മാത്സ് കണക്കുണ്ട്. അപ്പൊ ആ ഒരു കണക്ക് കൂട്ടലുകളാണ്, ആ കണക്കുകളാണ് ഞാനിവിടെ പറയുന്നത്. BNB സ്മാർട്ട് കഴിഞ്ഞ മാസം മാർച്ച് 23-ന് സ്റ്റാർട്ട് ചെയ്ത ഒരു കമ്പനിയാണ്. ഹലോ, മ്യൂട്ട് ചെയ്യുക, മാക്സിമം എല്ലാവരും സ്വയം ചെയ്യുക, അല്ലെങ്കിൽ ആ പ്ലാൻ പ്രസന്റേഷന്റെ ആ ഒരു ഭംഗി ഒരു നഷ്ടപ്പെടും. എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്യുക. ഒരു 20 മിനിറ്റ് കൊണ്ട് അത് ക്ലിയർ ചെയ്തെടുക്കും. എല്ലാവരും ക്ഷമാപൂർവ്വം ശ്രദ്ധാപൂർവ്വം ഒന്ന് കേൾക്കുക പ്ലീസ്. ഓക്കെ, താങ്ക് യു. അപ്പൊ ഞാനിവിടെ പറഞ്ഞു വന്നത് 23-ാം തീയതി സ്റ്റാർട്ട് ചെയ്ത BNB സ്മാർട്ട് എന്ന ഈ ഒരു പ്രോഗ്രാം ഇന്ന് വളരെ ശക്തമായിട്ട് നൂറുകണക്കിന് ലീഡേഴ്സ് നെഞ്ചിലേറ്റി കൊണ്ടുപോകുന്നതിനുള്ള ഏറ്റവും വലിയൊരു കാരണം അത് തന്നെയാണ്. ഇതിന്റെ മാത്തമെറ്റിക്സ് ആണ്, ഈ ഒരു പ്ലാനിന്റെ മാത്തമെറ്റിക്സ് ആണ്. ഈ ഒരു പ്ലാന് അങ്ങനെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് വളരെ വളരെ നല്ല ഒരു മാത്സ് ആണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ഒരുപാട് ഈ പ്ലാനുകൾ, ദാറ്റ് മീൻസ് ഒരുപാട് ടൈപ്പ് ROI പ്ലാൻ ആണെങ്കിലും MLM പ്ലാനുകളാണെങ്കിലും പ്രോഡക്റ്റ് ബേസ്ഡ് പ്ലാനുകളൊക്കെ ആണെങ്കിലും കേട്ടിട്ടും കണ്ടിട്ടും ചെയ്തിട്ടും അതിൽ പൈസ സമ്പാദിച്ചിട്ടും പൈസ കളഞ്ഞിട്ടൊക്കെ ഉള്ള ആൾക്കാർ വലിയ വലിയ ലീഡേഴ്സ് ഒക്കെ ഉണ്ട്. എല്ലാവരെയും ഞാൻ ഈ ഒരു സൂം മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും നന്ദി ഞാൻ പറയുന്നു. അതോടൊപ്പം ഈ ഒരു പ്ലാന് വളരെ വ്യക്തമായിട്ട് കൃത്യതയോടുകൂടി ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇവിടെ വലിപ്പച്ചെറുപ്പമില്ലാതെ ഓരോരുത്തർക്കും അത്യാവശ്യം നല്ല രീതിയിൽ BNB ഏൺ ചെയ്യാം. അത്യാവശ്യം നല്ല രീതിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇതിനകത്ത് ടോപ്പ് 12ാമത്തെ ലെവലിൽ വരുന്നത് 4138 BNB ആണ്. തീർച്ചയായിട്ടും നമ്മൾ പരിശ്രമിച്ചു കഴിഞ്ഞാൽ ഒരു വലിപ്പച്ചെറുപ്പവും ഇല്ലാതെ, ഒരു കോംപ്ലക്സും ഇല്ലാതെ നമ്മൾ ഇതിനകത്ത് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് 4138 BNB ഒരു ബാലി കയറ മലയല്ല, 100%. ഇതിൽ നമ്മൾ കുറച്ച് റൂൾസ്, 1-2 റൂൾസ് ഉണ്ട്, അത് മാത്രം ഫോളോ ചെയ്താൽ മതി. തീർച്ചയായിട്ടും നമുക്ക് വിൻ ചെയ്യാം. അത്രയ്ക്ക് സിമ്പിൾ ആൻഡ് ഹംബിൾ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് BNB സ്മാർട്ട്. ഈ BNB സ്മാർട്ട് ഒരു 2 മെട്രിക്സ് പ്ലാൻ ആണ്. 2, 4, 8, 16, 32 എന്ന രീതിയിലേക്ക് ലെവലുകൾ 12 ലെവലുകൾ പോകുന്ന ഒരു പ്ലാൻ ആണ് BNB സ്മാർട്ടിൻ്റെത്. ഓക്കെ, ഇതിൽ നമുക്ക് ഒരു രജിസ്ട്രേഷന് വേണ്ടി നമുക്ക് ചെലവാക്കേണ്ടി വരുന്നത് 0.04 BNB മാത്രമാണ്. ഇതിനുശേഷം ഒരു നയ പൈസ പോലും നമ്മൾ സ്വന്തം പോക്കറ്റിൽ നിന്ന് എടുത്തു വെക്കേണ്ടതില്ല. നമുക്ക് കിട്ടുന്ന BNBയിൽ നിന്ന് നമ്മൾ അപ്ഗ്രേഡ് കൃത്യസമയത്ത് അപ്ഗ്രേഡ് ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് ഒരു ഇൻകവും മിസ്സാവാതെ തന്നെ നമുക്ക് 4138 BNBയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഏൺ ചെയ്യാൻ പറ്റും. അപ്പൊ അതെങ്ങനെയാണ് ഏൺ ചെയ്യാൻ പറ്റുന്നതെന്ന് ഞാൻ പറയാം. ഇപ്പൊ ഞാൻ പറഞ്ഞു 0.04 ആണ് നമ്മളെ ഈ ഒരു BNBക്ക്, ഈ ഒരു BNB സ്മാർട്ട് എന്ന ഈ ഒരു പ്രോഗ്രാമിലേക്ക് നമുക്ക് ആകെ ചെലവാക്കേണ്ടേ. ഇതൊരു 2ന്റെ മെട്രിക്സ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഒരാള് ഇതിലേക്ക് കടന്നു വരുന്ന ആള് തീർച്ചയായിട്ടും ഈ ട്രീ അതേ രീതിയിൽ ഫാസ്റ്റ് ആയിട്ട് ഓടിപ്പോകണമെങ്കിലും ഇതിന്റെ ഔട്ട്പുട്ട് ഏറ്റവും അവസാനമുള്ള 4138 BNB കരസ്ഥമാക്കണമെങ്കിലും ഒരേ ഒരു റൂളേ ഉള്ളൂ.
ഒരാൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും രണ്ടുപേരെ കൊണ്ടുവരിക. അതിനോടൊപ്പം തന്നെ എല്ലാ അപ്ഗ്രേഡും കൃത്യസമയത്ത് തന്നെ ചെയ്യുക. ഈ 2 റൂള് നമ്മൾ പാലിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ട് 4138 BNB നമുക്ക് കരസ്ഥമാക്കാൻ പറ്റും. അപ്പൊ 0.04 BNBയിൽ 0.01 BNB നമുക്ക് ഡയറക്റ്റ് റെഫറൽ ഇൻകം ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു പ്ലാനിൽ ആ ഡയറക്റ്റ് റെഫറൽ ഇൻകം നമ്മുടെ ഈ ഒരു മാത്തമാറ്റിക്സിൽ കാണിക്കില്ല. കാരണം അത് നമുക്ക് എത്ര ഡയറക്റ്റ് റെഫറൽ എടുക്കുന്നോ അത്രയും ഡയറക്റ്റ് റെഫറലിന് നമുക്ക് 0.01 വെച്ചിട്ട് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. ഇപ്പൊ നമ്മൾ 100 ഡയറക്റ്റ് റെഫറൽ എടുക്കുകയാണെങ്കിൽ ഒരു ഉദാഹരണം, നമുക്ക് 1 BNB ഈ മാത്തമാറ്റിക്സിൽ വരാതെ, ഇതിന്റെ മെട്രിക്സിൽ വരാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എക്സ്റ്റേണലി നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റും. അതനുസരിച്ചിട്ട് നമ്മളെ ട്രീ ഫില്ലായിക്കൊണ്ടിരിക്കും. അതാണ് നമ്മൾ എത്ര ഡയറക്റ്റ് റെഫറൽ കൂട്ടുന്നോ അതിന്റെ ഒരു പ്രത്യേകത. ഓക്കെ, ഞാൻ പ്ലാനിലേക്ക് വരാം. പ്ലാനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ വന്നു രജിസ്റ്റർ ചെയ്തു. നമ്മുടെ താഴെ ഫസ്റ്റ് ലെവലിൽ 2 പേരാണ് വരാനുള്ളത്. അത് നമുക്ക് ഡയറക്റ്റ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് റെഫറൽ ഉൾപ്പെടെ 0.08 കിട്ടും. അതല്ല എങ്കിൽ നമുക്ക് നമ്മൾ ഡയറക്റ്റ് കൊണ്ടുവരാതെ എനിവേ നമ്മുടെ താഴേക്ക് 2 പേര് വന്നു കഴിഞ്ഞാൽ 0.06 കിട്ടും. അപ്പൊ നമുക്ക് 0.6 കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ വെറും 0.05 അപ്ഗ്രേഡ് ചെയ്താൽ മതി. 0.01 നമ്മുടെ വാലറ്റ് ബാലൻസ് ഉണ്ടാവും. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കുക. ഇതിലെ ഞാൻ നേരത്തെ പറഞ്ഞ റൂൾ 2 റൂൾ 1 2 നമ്മൾ കൊണ്ടുവരിക. റൂൾ 2 നമ്മൾ കൃത്യസമയത്ത് അപ്ഗ്രേഡ് ചെയ്യുക. 2 പേര് വന്നു കഴിഞ്ഞാൽ നമ്മൾ അപ്ഗ്രേഡ് ചെയ്യുന്നു. ഈ അപ്ഗ്രേഡ് ചെയ്യാൻ 5 പൈസ നമ്മൾ എന്ത് ചെയ്യേണ്ട? നമ്മുടെ പോക്കറ്റിൽ നിന്നും എടുത്തു വെക്കേണ്ട ആവശ്യമില്ല. ഈ 0.05 അപ്ഗ്രേഡ് ചെയ്യാനുള്ള വാലറ്റ് ബാലൻസ് 2 പേര് വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ വാലറ്റിൽ ഉണ്ടാവും. ഓക്കെ, നമ്മളിപ്പോൾ 0.05 അപ്ഗ്രേഡ് ചെയ്തു. ഇനി എന്താണ് സംഭവിക്കുന്നത്? നമ്മൾ 0.05 അപ്ഗ്രേഡ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ സെക്കൻഡ് ലെവലിൽ എലിജിബിൾ ആകുകയാണ്. സെക്കൻഡ് ലെവൽ ഇൻകം മേടിക്കാൻ നമ്മൾ എലിജിബിൾ ആകുകയാണ്. അപ്പൊ നമ്മുടെ സെക്കൻഡ് ലെവലിൽ 4 പേരാണ് സെക്കൻഡ് ലെവലിൽ ഉണ്ടാവുക. 2 കഴിഞ്ഞാൽ 4 അല്ലെ? അപ്പൊ സെക്കൻഡ് ലെവലിൽ 4 പേര് വരുമ്പോഴത്തേക്കും അവർ എന്ത് ചെയ്യുന്നുണ്ട്? ഇതേപോലെ 0.05 അപ്ഗ്രേഡ് ചെയ്യും. 0.05 അവർ അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ ഓരോരുത്തരുടെ കയ്യിൽ നിന്നും 0.05 വെച്ച് 4 പേരുടെ കയ്യിൽ നിന്നും 0.05 into 4 0.2 0.2 ആണ്, 0.2 അല്ല. നമ്മുടെ അവിടെ ഫിഗർ മാറി. 0.2 എന്ന് പറയുന്നത് മിനിമം ഒരു 10-11,000 രൂപ വാല്യൂ വരുന്ന BNB ആണ് ഇന്നത്തെ വില വെച്ചിട്ട്. ഓക്കെ, 11-12 രൂപ വരെയൊക്കെ വാല്യൂ വരും. ഇപ്പൊ 60 രൂപ റേഞ്ചിലാണ് നിൽക്കുന്നത്. 58-60 BNB നിൽക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ 0.2-ന് ഏറെക്കുറെ ഒരു 11,000-നും 12,000-നും ഇടയിൽ വാല്യൂ ഉണ്ടാവും. അപ്പൊ നമ്മൾ സെക്കൻഡ് സാറേ ഈ ഓൾ മ്യൂട്ട് കൊടുക്കാവോ സാറേ? ഓൾ മ്യൂട്ട് കൊടുത്തു വെച്ചേക്കൂ. പുതുതായിട്ട് വരുന്നവർ പ്ലീസ് ഒന്ന് മ്യൂട്ട്. പുതുതായിട്ട് വരുന്നവർ റഹ്മാൻ സാറ്, അപ്പോ ഹോസ്റ്റ് മാത്രം സംസാരിക്കാനുള്ളത് അൺമ്യൂട്ട് ചെയ്താൽ മതി. പിന്നെ ഓൾ മ്യൂട്ട് കൊടുക്കണം കേട്ടോ. ഓക്കെ 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 സാറേ, അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കണം. ഓക്കെ, താങ്ക് യു സാർ. അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞു നിർത്തിയത് 0.2 വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് നല്ലൊരു ഇൻകമായി. നമ്മുടെ 2ാമത്തെ ലെവലിൽ തന്നെ നമ്മുടെ ഇൻകം അറൌണ്ട് 12,000 rupees INR-ന് തത്തുല്യമായ BNB ആകുന്നു. ഈ 0.2 BNB കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്നും അതിന്റെ 50% 0.1 BNB നമുക്ക് വീണ്ടും അപ്ഗ്രേഡ് ചെയ്ത് തേർഡ് ലെവൽ ഇൻകം വാങ്ങാനുള്ള എലിജിബിലിറ്റി നേടാൻ സാധിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ 0.1 അപ്ഗ്രേഡ് ചെയ്യുന്നു. സെക്കൻഡ് ലെവലിൽ നിന്ന് നമ്മൾ തേർഡ് ലെവലിലേക്ക് വരുന്നു. നമ്മളെ തേർഡ് ലെവലിൽ സ്വാഭാവികമായിട്ടും 2, 4, 8 ആണ്. 8 ആൾക്കാരാണ് തേർഡ് ലെവലിൽ വരുന്നത്. നമ്മളിപ്പം 0.01 അപ്ഗ്രേഡ് ചെയ്തതുപോലെ അവർ 0.01 അപ്ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 0.8 BNB നമുക്ക് കിട്ടും. 0.8 BNB എന്ന് പറയുന്നത് ഒരു നിസ്സാര തുക അല്ല. ഒരു BNB ആകാൻ വെറും 2 പോയിന്റ് മാത്രമാണ് ആ ഒരു ലെവലിൽ നമുക്ക് ബാക്കിയുള്ളത്. അപ്പൊ 0.8 BNB എന്ന് പറയുമ്പോഴത്തേക്ക് ഏറെക്കുറെ 48,000 രൂപയുടെ BNB ആണ് നമുക്ക് 3ാമത്തെ ലെവലിൽ നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഈ ഒരു 3ാമത്തെ ലെവലിൽ 0.8 കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ 0.5 മാത്രം അപ്ഗ്രേഡ് ചെയ്താൽ മതിയാകും.
ഓക്കെ, 0.5 നമ്മൾ അപ്ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ 4ാമത്തെ ലെവലിൽ 16 ആൾക്കാരാണ് 0.5 വെച്ച് അപ്ഗ്രേഡ് ചെയ്യുന്നത്. നമ്മൾ സിമ്പിൾ ലോജിക്കാണ്, നമ്മളൊന്ന് ശ്രദ്ധിക്കുക. നമ്മൾ ഓരോ ലെവലിലും എലിജിബിൾ ആകുന്നത്, അടുത്ത ലെവലിലേക്ക് നമ്മൾ എലിജിബിൾ ആകുന്ന എത്ര BNB ഉപയോഗിച്ചിട്ടാണോ നമ്മൾ എലിജിബിൾ ആവുന്നത്, ആ ലെവലിൽ വരുന്ന അത്രയും ആൾക്കാർ അതേപോലെ BNB അപ്ഗ്രേഡ് ചെയ്യുന്നതാണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ 4ാമത്തെ ലെവലിൽ 16 ആൾക്കാർ വരികയും അവർ 0.5 വെച്ച് അപ്ഗ്രേഡ് ചെയ്യുകയും ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് 8 BNB ആണ്. നമ്മുടെ ഈ ഒരു പ്ലാനിന്റെ ഡെപ്ത് ഞാൻ പറഞ്ഞതില്ലേ, നേരത്തെ പറഞ്ഞില്ലേ, ഇതിന്റെ ഒരു മാത്സ് എന്ന് പറയുന്നത് നല്ല എന്താ പറയാ, നമ്പർ 1 മാത്സ് ആണ്. വളരെ സിമ്പിൾ ആയിട്ട് ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മൾ 2 റൂൾ മാത്രം ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 4000 BNB. നമ്മൾ ഒരാളെ കാണുന്ന സമയത്ത് അവരോട് ഇത്രേ പറയേണ്ടതുള്ളൂ, നമുക്ക് 4000 BNB ഏൺ ചെയ്യാൻ വെറും 0.04 2500 രൂപയുടെ BNB കൊണ്ട് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വന്ന് കഴിഞ്ഞാൽ നമുക്ക് 4000 BNB കിട്ടും. അത് കിട്ടണമെങ്കിൽ 2 റൂളേ ഉള്ളൂ. ഈ 2 റൂള് നമ്മൾ പാലിക്കാമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ 4000 BNB എടുക്കാൻ പറ്റും. നമ്മൾ ജോയിൻ ചെയ്യുക, നമ്മൾ 2 ആളെ നിർബന്ധമായിട്ടും ഇതിലേക്ക് കൊണ്ടുവരിക, സമയത്തിന് അപ്ഗ്രേഡ് ചെയ്യുക. ഇത് മാത്രം പറഞ്ഞാൽ മതി. ഇതിൽ വേറെ കൂടുതൽ പ്ലാനുകളൊന്നും പറയണ്ട. പ്ലാൻ പറയാൻ നിങ്ങൾ സൂമിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞങ്ങൾ നല്ല വൃത്തിയായിട്ട് ഇത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്കിപ്പോ ഇവിടെ കിട്ടിയത് 4ാമത്തെ ലെവലിൽ 8 BNB ആണ്. ഓക്കെ, ഈ 8 BNB കിട്ടുമ്പോൾ നമ്മൾ 1 BNB മാത്രം എന്ത് ചെയ്താൽ മതി? അപ്ഗ്രേഡ് ചെയ്താൽ മതി. ബാക്കി അത്രയും BNB 7.41 BNB നമ്മുടെ വാലറ്റ് ബാലൻസ് നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അത് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. ഈ 1 BNB നമ്മൾ അപ്ഗ്രേഡ് ചെയ്യുന്നത് 5ാമത്തെ ലെവലിൽ എലിജിബിൾ ആയി. ഈ 5ാമത്തെ ലെവലിൽ നമ്മൾ എലിജിബിൾ ആയി കഴിഞ്ഞാൽ അവിടെ 32 പേര് വരികയും ആ 32 പേര് 1 BNB വെച്ച് അപ്ഗ്രേഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 32 BNB ചുരുങ്ങിയ സമയം കൊണ്ട് ചുരുങ്ങിയ ലെവലിൽ നമുക്ക് സ്വന്തമാക്കാൻ സാധിക്കും. ഈ 32 BNB വരുമ്പോൾ നമ്മൾ 3 BNB മാത്രം അപ്ഗ്രേഡ് ചെയ്താൽ മതിയാകും. അപ്പോൾ നമ്മുടെ വാലറ്റ് ബാലൻസ് പഴയ ബാലൻസും കൂട്ടിയിട്ട് 36 BNB നമ്മുടെ വാലറ്റ് ബാലൻസ് ഉണ്ടാകും. വളരെ സിമ്പിൾ ആണ് ലോജിക്ക്, ഇതിന്റെ റൂള്. ഇത് മാത്രം നമ്മൾ ഫോളോ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഏതൊരു വലിയ ലീഡർ ആയിക്കോട്ടെ, ചെറിയ ലീഡർ ആയിക്കോട്ടെ, ഒരു ലീഡർ അല്ലാത്ത ഒരു സാധാരണക്കാരനായിക്കോട്ടെ, ഇതേ ഒരു റൂള് മാത്രം നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യുക. സൂമിൽ കൃത്യമായിട്ട് ആൾക്കാരെ കൊണ്ടുവരിക. തീർച്ചയായിട്ടും നമുക്ക് ഇത് അച്ചീവ് ചെയ്യാൻ സാധിക്കും. ഇനി നോക്കിക്കോളൂ, നമുക്കിവിടെ 32 BNB വന്നപ്പോൾ നമ്മൾ 3 BNB ആണ് അപ്ഗ്രേഡ് ചെയ്തത്. നമ്മൾ 6ാമത്തെ ലെവലിൽ വരുന്നത് 64 ആൾക്കാരാണ്. ഈ 64 ആൾക്കാര് എന്ത് ചെയ്യും? 3 BNB വെച്ചിട്ട് അപ്ഗ്രേഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് 192 BNB പ്ലസ് വാലറ്റ് ബാലൻസ് ഈസിക്കൽ ടു 221 BNB. നമ്മളെ പ്രീവിയസ് വാലറ്റ് ബാലൻസ് 36.41 BNB പ്ലസ് 192 BNB ഈസിക്കൽ ടു 221 BNB. ഈ ഒരു 6 ലെവല്, ഈ നിസ്സാരമായ ഈ ഒരു 6 ലെവല് നമ്മൾ കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്ത് നമ്മുടെ ഡൗൺലൈനെ കൊണ്ട് ഓരോ ലെവലും അപ്ഗ്രേഡ് ചെയ്ത് കൃത്യമായി പോയി കഴിഞ്ഞാൽ നമ്മൾ 4138 BNB നമ്മൾ നേടിക്കഴിഞ്ഞു എന്ന് വേണം നമ്മൾ കണക്കൂട്ടാൻ. 6 ലെവൽ മാത്രം കംപ്ലീറ്റ് ചെയ്താൽ മതി. ഞാൻ വീണ്ടും മുമ്പ് പറഞ്ഞ ഒരു വാക്ക് വീണ്ടും ഞാൻ പറയുന്നു, ഇതിന്റെ മാത്തമാറ്റിക്സ് വളരെ 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 വലുതാണ്. വളരെ ചെറിയൊരു എമൗണ്ടിൽ തുടങ്ങി നമ്മൾ എങ്ങനെയാണ് ഒരു ഹ്യൂജ് എമൗണ്ട് അല്ലെങ്കിൽ ചെറിയൊരു BNBയിൽ തുടങ്ങി 0.04 BNBയിൽ തുടങ്ങി നമ്മൾ ഹ്യൂജ് ആയിട്ട് 221 BNB ഈ 6 ലെവലിൽ നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് കളക്ട് ചെയ്യാനായിട്ട് 2 റൂള് മാത്രം. ദെൻ ഇവിടെയാണ് ഇതിന്റെ മാത്തമാറ്റിക്സിന്റെ ഏറ്റവും വലിയൊരു ഭംഗി ഞാൻ കാണുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 7ാമത്തെ ലെവലിൽ ഈ 192 BNB നമ്മൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അപ്ഗ്രേഡ് ചെയ്യേണ്ടത് 7ാമത്തെ ലെവൽ അച്ചീവ് ചെയ്യാൻ വേണ്ടി നമ്മൾ അപ്ഗ്രേഡ് ചെയ്യേണ്ടത് 7 BNB ആണ്. ഓക്കെ, ഈ 7 BNB അപ്ഗ്രേഡ് ചെയ്ത് നമ്മൾ 7ാമത്തെ ലെവലിൽ വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഇത് ഒരു സൈക്കിൾ കംപ്ലീറ്റ് ആവുകയാണ്. ഇവിടെ 6 ലെവല് ഫുള്ളാവുമ്പോൾ നമ്മൾ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നു. പിന്നീട് 7ാമത്തെ ലെവലിൽ നമ്മുടെ താഴെ വരുന്നത് പുതിയ ടീമോ പുതിയ ആൾക്കാരോ പുതിയ ജോയിൻ ചെയ്ത ആൾക്കാരോ ഒന്നുമല്ല. നമ്മുടെ പാർട്ട്ണറായിട്ട് വന്നിട്ടുള്ള ഫസ്റ്റ് ലെവലിൽ നമ്മളെ പാർട്ട്ണറായിട്ടുള്ള ആ 2 പേരാണ് നമുക്ക് 7 BNB വെച്ചിട്ട്
അപ്ഗ്രേഡ് ചെയ്ത് തരുന്നത്. നോക്കൂ എത്ര സിമ്പിൾ ആണ് ഈ ഒരു പ്ലാന്, എത്ര പെട്ടെന്നാണ് നമുക്ക് അച്ചീവ്മെന്റ്സുകൾ കിട്ടാൻ സാധ്യതയുള്ളത്. അപ്പൊ നമ്മൾ ഈ 7 BNB അവർ 2 പേര് നമുക്ക് ഈ 7 BNB വെച്ച് തരുമ്പോൾ നമുക്ക് 7ാമത്തെ ലെവലിൽ 14 BNB ആണ് നമ്മുടെ പ്രോഫിറ്റ്, അല്ലെങ്കിൽ നമുക്ക് അപ്ഗ്രേഡ് ചെയ്ത് കിട്ടുന്നത്. അപ്പോഴത്തേക്ക് നമ്മുടെ വാലറ്റ് ബാലൻസ് 223 BNB ആയി തീരും. ഈ 14 BNB അപ്ഗ്രേഡ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? 8ാമത്തെ ലെവലിലേക്ക് നമ്മൾ 12 BNB അപ്ഗ്രേഡ് ചെയ്യുന്നു. ഓക്കെ, 14 BNB നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ 12 BNB അപ്ഗ്രേഡ് ചെയ്യുന്നു. പിന്നീട് നമ്മുടെ സെക്കൻഡ് ലെവലിലെ 4 പേര് വീണ്ടും ഇവിടെ നമുക്ക് അപ്ഗ്രേഡ് ചെയ്യും. ഈ 12 BNB വെച്ച് അപ്ഗ്രേഡ് ചെയ്ത് നമുക്ക് 48 BNB നമുക്ക് കിട്ടും. ഈ 48 BNB കിട്ടുമ്പോൾ നമ്മുടെ വാലറ്റ് ബാലൻസ് 256 BNB. ഈ 6ാമത്തെ ലെവൽ കഴിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര രസമാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അപ്ഗ്രേഡ് ചെയ്യുന്ന BNB കൂടുതലാണെങ്കിൽ പോലും നമ്മുടെ വാലറ്റ് ബാലൻസ് അതിൽ വലുതായിരിക്കും. അപ്പോ നമ്മളിപ്പോ 8ാമത്തെ ലെവലിൽ 12 BNB നമ്മൾ അപ്ഗ്രേഡ് ചെയ്തു, 4 പേര് വന്നു, 48 BNB കിട്ടി, 256 BNB ടോട്ടൽ വാലറ്റ് ബാലൻസ് ആയി. ഓക്കെ, ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ 48 BNB കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ വെറും 15 BNB മാത്രം വീണ്ടും അപ്ഗ്രേഡ് ചെയ്ത് 9ാമത്തെ ലെവല് അച്ചീവ് ചെയ്യുക. ഈ 9ാമത്തെ ലെവലിൽ നമ്മുടെ പഴയ 3ാമത്തെ ലെവലിൽ 8 ആൾക്കാർ വരികയും അവർ ഈ 15 BNB വെച്ച് നമുക്ക് അപ്ഗ്രേഡ് ചെയ്ത് തരികയും 120 BNB നമുക്ക് കിട്ടുകയും ടോട്ടൽ വാലറ്റ് ബാലൻസ് 351 BNB നമ്മുടെ വാലറ്റിലേക്ക് ബാലൻസ് കാണിക്കുകയും ചെയ്യും. വാലറ്റിലേക്ക് ബാലൻസ് കാണിക്കുകയല്ല, ബാലൻസ് ഉണ്ടാവും. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്ക് 120 BNB കിട്ടുമ്പോൾ 10ാമത്തെ ലെവലിൽ നമ്മൾ 25 BNB കൊടുത്തിട്ടാണ് അപ്ഗ്രേഡ് ചെയ്യുന്നത്. ഈ 25 BNB കൊടുത്ത് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ ആ ലെവലിൽ നമ്മുടെ 4ാമത്തെ ലെവലിലുള്ള 16 ആൾക്കാർ നമുക്ക് 25 BNB വെച്ച് അപ്ഗ്രേഡ് ചെയ്യും. 400 BNB നമുക്ക് ടോട്ടൽ ഈ ഒരു ലെവലിൽ കിട്ടുകയും ചെയ്യും. ടോട്ടൽ വാലറ്റ് ബാലൻസ് അപ്പോൾ 721 ആയിരിക്കും. ഈ 400 BNB നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ വെറും 30 BNB മാത്രം അപ്ഗ്രേഡ് ചെയ്താൽ മതി. 32 പേരായിരിക്കും 11ാമത്തെ ലെവലിൽ വരുന്നത്. ആ 32 പേര് തന്നെ ആയിരിക്കും നമ്മുടെ പഴയ 5ാമത്തെ ലെവലിലും ഉണ്ടായിരുന്ന ആൾക്കാർ. അവർ വീണ്ടും നമുക്ക് അപ്ഗ്രേഡ് ചെയ്യുന്നു, 30 BNB വെച്ച് അപ്ഗ്രേഡ് ചെയ്യുന്നു. 960 BNB നമുക്ക് ഈ ഒരു ലെവലിൽ നമുക്ക് കിട്ടുന്നു. നമുക്ക് 960 BNB കിട്ടുമ്പോഴത്തേക്ക് നമ്മുടെ വാലറ്റ് ബാലൻസ് 1642 BNB ആയിരിക്കും. അപ്പൊ നമ്മൾ ലാസ്റ്റ് അപ്ഗ്രേഡ് ആണ് 12ാമത്തെ ലെവൽ അപ്ഗ്രേഡ്. വെറും 39 BNB നമ്മൾ അപ്ഗ്രേഡ് ചെയ്യുന്നു. 64 പേര് ഈ ഒരു ടീമിൽ ഉണ്ടാവും, ഈ ഒരു 12ാമത്തെ ലെവലിൽ ഉണ്ടാവും. ഈ ടീം നമുക്ക് ഓരോരുത്തരും 39 വെച്ചിട്ട് നമുക്ക് അപ്ഗ്രേഡ് ചെയ്യുന്നു. 2496 BNB ഈ ഒരു ലെവലിൽ നമുക്ക് കിട്ടും. അങ്ങനെ ടോട്ടൽ നമ്മുടെ വാലറ്റ് ബാലൻസ് 4138 BNB ആയിരിക്കും. ഇവിടെ നമ്മുടെ ഫസ്റ്റ് സൈക്കിൾ അവസാനിക്കുകയാണ്. അപ്പൊ 32 പിന്നെ ഈ 12 ലെവൽ കഴിഞ്ഞു നമുക്ക് 4138 BNB കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്താണ് നെക്സ്റ്റ് എന്ന് പറഞ്ഞാല് നമ്മൾ വീണ്ടും 0.03 ഇവിടെ നമുക്ക് ഡയറക്ട് റെഫറിൽ കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ വൺസ് കൊടുത്ത് നമ്മൾ സിസ്റ്റത്തിനുള്ളിലായതുകൊണ്ട് 0.03 കൊടുത്ത് വീണ്ടും നമ്മൾ രജിസ്റ്റർ ചെയ്ത് ഈ 12ാമത്തെ ലെവലിന്റെ താഴെ പുതിയ ID നമ്മളുടെ പ്ലേസ്മെന്റ് വരുന്നു. വീണ്ടും ഇതേ ടീം നമ്മുടെ സെക്കൻഡ് ലെവൽ, തേർഡ് ലെവലിലോ 4th ലെവലിലോ ഉള്ള ടീം വീണ്ടും അവരും ഈ ഒരു സൈക്ലിംഗ് പൂർത്തിയാക്കി നമ്മുടെ താഴേക്കും നമ്മുടെ ടീമിലേക്കും വരുന്നു. ഈ ഒരു സൈക്ലിംഗ് ലൈഫ് ടൈം നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കും. വളരെ സിമ്പിൾ ആണ് ഇതിന്റെ ഒരു പ്ലാന്. ഇത് മനസ്സിലാക്കി നമ്മൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും 2 റൂള് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു അച്ചീവ്മെന്റ് സിമ്പിൾ ആയിട്ട് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. ഏതൊരു എന്താ പറയാ, ഒരു മിനിമം അവയർനെസ് ഉള്ള ആൾക്കും ചെയ്യാൻ പറ്റുന്ന വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ലൊരു പ്ലാനാണ് ഈ ഒരു പ്ലാൻ. അപ്പോ ഇതാണ് ഈ ഒരു BNB, സ്മാർട്ട് BNB. എന്തുകൊണ്ടാണ് സ്മാർട്ട് BNB? സ്മാർട്ടായിട്ടാണ് ഇതിന്റെ മാത്തമാറ്റിക്സ് ഉള്ളത്. അതുകൊണ്ടാണ് സ്മാർട്ട് BNB എന്നതിന് പേര് വരാൻ കാരണം, BNB സ്മാർട്ട് എന്ന് പേര് വരാൻ കാരണം അത് സ്മാർട്ടായിട്ട് പ്രവർത്തിക്കുന്നു. സ്മാർട്ടായിട്ടുള്ള ഒരു മാത്തമാറ്റിക്സ് ആണ്. വളരെ സിമ്പിൾ ആയിട്ട് ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒന്നുമില്ല. ഒരാൾ വന്നു കഴിഞ്ഞാൽ 2 പേരെ കൊണ്ടുവരിക, അപ്ഗ്രേഡ് ചെയ്യുക. ഇത് നമ്മൾ കോപ്പി പേസ്റ്റ് ചെയ്യുക.
എത്ര ലെവൽ താഴെ പോയാലും ഇതേ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. നമ്മൾ പറയുന്നതായിരിക്കും നമ്മുടെ ഡൗൺലൈൻസും അവരുടെ ഡൗൺലൈൻസിനോട് പറയുന്നത്. 4000 BNB നമുക്ക് സ്വന്തമാക്കാം. ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ജോയിൻ ചെയ്യുക. രണ്ടാൾക്ക് ഈ ഒരു സുവർണ അവസരം അവർക്കും കൂടി കൊടുക്കുക. ഓക്കെ, ആ ആൾക്കാർക്ക് കൂടെ നമ്മൾ ആ ഒരു സുവർണ അവസരം കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരും മറ്റുള്ളവർക്ക് കൊടുക്കുന്നു. ഈ ഒരു ട്രീ മുമ്പോട്ട് പോകുന്നു. അതിലൂടെ നമുക്ക് 4138 BNB നമുക്ക് സ്വന്തമാക്കാൻ സാധിക്കും. പിന്നെ ഇതിനകത്ത് ഡയറക്റ്റ് റെഫറൽ ഉണ്ട്. ഡയറക്റ്റ് റെഫറൽ നമുക്ക് എക്സ്ട്രാ ഒരു വരുമാനം ഏതാണ്ട് ഒരു ഡയറക്റ്റ് റെഫറൽ എന്ന് പറയുമ്പോഴത്തേക്കും 0.01 BNB = INR 500 to 600 ആണ്. മിനിമം നമ്മളൊരു 2-3 ഡയറക്റ്റ് റെഫറൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു അഡീഷണൽ വരുമാനം ഇതിൽ നിന്ന് നമുക്ക് സ്വന്തമാക്കാൻ പറ്റും. പ്ലസ് നമ്മുടെ ടീമിലേക്ക് നല്ലൊരു ഓട്ടോ സ്പിൽ ഓവർ കൊടുക്കാനും ടീം അംഗങ്ങളെ സഹായിക്കാനും അവരുടെ അടുത്ത ഡയറക്റ്റ് റെഫറൽ വരുന്ന സമയത്ത് താഴേക്ക് കൂടുതൽ ആൾക്കാർ ഇറങ്ങി പോകാനും ട്രീ പെട്ടെന്ന് ഫില്ലാവാനും എല്ലാവർക്കും അപ്ഗ്രേഡ് ചെയ്യാനൊക്കെ വളരെ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് BNB സ്മാർട്ടിന്റെ പ്ലാന്, ഓവറോൾ പ്ലാൻ. ഇതിൽ PDF ഒരുപാട് കാര്യങ്ങൾ നമ്മളിപ്പോ ബൈയിങ് ലെവലും സെല്ലിംഗ് ലെവലൊക്കെ പറയുന്നുണ്ട്. ഞാൻ ആ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഓരോ ലെവലിലും കാണിച്ചിരിക്കുന്നത്. അതൊക്കെ നമുക്ക് PDF നോക്കി വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാന്നുള്ള കാര്യമാണ്. ഇതിൽ വന്നിട്ടുള്ള ലീഡേഴ്സും അല്ലാതെ ഡൗൺലൈൻസ്, ഇപ്പൊ പുതിയ ആൾക്കാർ, ഇവരെല്ലാം ചെയ്യേണ്ടത് സിമ്പിൾ ആയിട്ട് ഈ ഒരു പ്ലാറ്റ്ഫോമിനെ കുറിച്ച് നിങ്ങൾ പ്ലാൻ പ്രസന്റേഷൻ ചെയ്യേണ്ട കാര്യമില്ല. ജസ്റ്റ് ഈ ഒരു പ്ലാറ്റ്ഫോം ഇൻട്രൊഡ്യൂസ് ചെയ്യുക, ആൾക്കാരെ ജോയിൻ ചെയ്യിപ്പിക്കുക, അവർക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അതിനുശേഷം സൂമിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ടും വ്യക്തമായിട്ടും നമ്മുടെ ലീഡേഴ്സ് ഇവിടെ നമുക്ക് ഇതിനെ കുറിച്ച് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കും. ആ പറഞ്ഞു കൊടുക്കുന്നത് കേട്ടാൽ തന്നെ ഇതിൽ ജോയിൻ ആയ ആൾക്കാർക്ക് വളരെ വേഗത്തിൽ മനസ്സിലാക്കാൻ പറ്റും. ഇൻ കേസ് ഇനി ഒരാൾ ജോയിൻ ആയില്ലെങ്കിൽ പോലും ഇതിലുള്ള ലീഡേഴ്സ് എന്താക്കാം, അവർക്ക് ഒരു അവസരം കൊടുക്കാം. ഇതൊന്ന് കേട്ട് നോക്കിയിട്ട് ഇതിന്റെ പ്ലാൻ എന്താണ്, ഇതിൽ എങ്ങനെയാണ് ഇതിൽ BNB ഏൺ ചെയ്യാൻ പറ്റുന്നത്, നിങ്ങൾ ജസ്റ്റ് ഒന്ന് വന്ന് സൂം ഒന്ന് കേൾക്കൂ. കേട്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം, നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്താൽ മതി, ജോയിൻ ചെയ്താൽ മതി. അവർ ചെയ്യേണ്ട വേറെ ഒന്നുമില്ല. ഞാൻ ഒരുപാട് വട്ടം പറയുന്നു, അവർ ചെയ്യേണ്ടത് 2 റൂള്. അവർ നിർബന്ധമായിട്ട് 2 പേരെ കൊണ്ടുവരിക, നമ്മളെ അപ്ഗ്രേഡ് കൃത്യസമയത്ത് ചെയ്യുക. ഇതിനകത്ത് നിർബന്ധമായിട്ട് 2 പേരെ കൊണ്ടുവരാൻ പറയുന്നത് വേറെ ഒന്നും കൊണ്ടല്ല. 2 പേരെ കൊണ്ടുവന്നില്ലെങ്കിൽ നമ്മുടെ സിസ്റ്റം വഴി അവർക്ക് ഇൻകം ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. പക്ഷേ 2 പേരെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ കുറച്ച് ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ഇൻകം ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. ഇപ്പം നമ്മൾ ഓട്ടോ സ്പില്ല് നോക്കിയിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം. നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത് BNB ഏൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. 4000 BNB ഏൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. 1 BNB അല്ല, 2 BNB അല്ല, 10 BNB അല്ല, 100 BNB അല്ല, 4000 BNB ആണ് നമ്മൾ ഇവിടെ ഏൺ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അപ്പൊ അത്രയും BNB നമ്മൾ ഏൺ ചെയ്യാൻ വേണ്ടി വരുമ്പോൾ ഒരു മിനിമം വർക്ക് എന്നുള്ള രീതിയിൽ, ഒരു മിനിമം കോൺട്രിബ്യൂഷൻ എന്നുള്ള രീതിയിൽ നമ്മൾ ഒരു 2 ആളെങ്കിലും മിനിമം ചേർത്ത് കൃത്യസമയത്ത് അപ്ഗ്രേഡ് ചെയ്ത് പോകാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളരെ ഫാസ്റ്റ് ആയിട്ട് ഈ ഒരു ട്രീ ഫുൾഫിൽ ചെയ്ത് പോകാൻ സാധിക്കും. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഒരു യാത്രയ്ക്ക് പോവുകയാണെന്ന് വെച്ചോളൂ. ആ യാത്രയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ചൂസ് ചെയ്യുന്നതാണ് സ്പീഡ്. നമ്മൾ ഒരു കാളവണ്ടിയാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മളൊരു 100 കിലോമീറ്റർ പോകാൻ എത്ര സമയം എടുക്കും, എത്ര ദിവസം എടുക്കും. അതേ സമയത്ത് അവിടെ നമ്മളൊരു ഫ്ലൈറ്റ് ആണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ആ നിമിഷ നേരത്തിൽ അവിടെ എത്താൻ സാധിക്കും. സിമ്പിൾ ലോജിക്കാണ്, സിമ്പിൾ റൂൾസ് ആണ്. അത് ഫോളോ അപ്പ് ചെയ്യാം. എല്ലാവർക്കും 4138 BNBയും ഇതിൽ നിന്ന് സമ്പാദിക്കാൻ കഴിയട്ടെ. ആത്മാർത്ഥമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥിച്ചുകൊണ്ട് ഞാനിത് എൻ്റെ ഒരു സെക്ഷൻ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഓക്കെ, താങ്ക് യു.